നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത് മീനിൻ്റെ മുട്ട കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ മീനെടുത്തേക്കുന്നത് ചാളയാണ് കേട്ടോ. അപ്പോൾ ചാളയുടെ മുട്ട കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ കുറച്ച് ചാള എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നന്നാക്കി ചാളയിലെ മുട്ടയൊക്കെ ഞാൻ മാറ്റി കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഒന്ന് ഉപ്പും മുളകൊക്കെ തേച്ച് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഇത് വറുത്തെടുക്കണ്ടേ. ഈ ചാള വറുത്ത ഈ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ മറ്റേ നമ്മുടെ ചാളയുടെ ഈ മുട്ട വറുത്തെടുക്കുന്നത്. അപ്പം ഞാൻ ഇത്രയും ചാളയെന്ന് എടുത്തിട്ടുണ്ടെങ്കിലും നന്നാക്കിയൊക്കെ ഫ്രൈ ചെയ്ത് ആ ചാളയുടെ മുട്ട ഫ്രൈ ചെയ്ത് വരുമ്പോൾ ആകെ ഇത്തിരിക്കോളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഉള്ളി എടുക്കാം കേട്ടോ. പിന്നെ ഒരു കുറച്ച് വേണ്ടത് തേങ്ങ വേണം. പിന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ഈ ചാളയുടെ മുട്ട ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി കഴുകിയെടുക്കാം കേട്ടോ. അതിൻ്റെ എല്ലാം എന്താ പറയുക, ഒരു കറുത്ത പോലെ ഇതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നല്ലോണം മാറ്റിയിട്ട് നല്ലോണം വെള്ളത്തിൽ കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇത് കുറച്ച് നേരം ഒന്ന് ഉപ്പുപൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കണ്ട കേട്ടോ. അതിനുശേഷമാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്യുന്നത്. പിന്നെ നമുക്കിത് ഇതിന് വേണ്ടത് ചെറിയുള്ളി വേണം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും തേങ്ങ ആവശ്യം വന്നില്ല കേട്ടോ, കുറച്ച് വന്നുള്ളേ. ഞാൻ പറഞ്ഞില്ലേ, ഫ്രൈ ചെയ്ത് വന്നപ്പോഴേക്കും ഇതാകെ കുറച്ചുണ്ടായുള്ളൂ. അപ്പോൾ അത് കുറച്ച് വേണ്ടി വന്നുള്ളൂ തേങ്ങ. അപ്പോൾ അത് ഇത്രയും ഉണ്ട് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തിട്ടത്. ഫ്രൈ ചെയ്ത് വന്നപ്പോൾ ഇത് നോക്കി ഇത്രയേ ഉള്ളൂ ആകെ. അപ്പം ഞാൻ ആദ്യം ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ തന്നെയാണ് ഞാൻ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് ഫസ്റ്റ് ഇടണമായിരുന്നു കേട്ടോ, ഞാനത് മറന്നുപോയി. പിന്നെ ഞാൻ രണ്ടാമതാണ് അതിട്ടത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഞാൻ കണ്ടോ ഇത്ര ഇട്ടുള്ളൂ തേങ്ങ. നമ്മൾ ഒരുപാട് തേങ്ങ ഇട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയും കൂടി ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണ്ടേ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇന്ന് ചാളയൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ മുട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.